ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ടോപ്പിക്കിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കിടക്കാം. വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. The concept of vicious and virtuous circle of poverty as formulated by Ragnar Nurkse, it describes the state in which the underdeveloped countries are entrapped in, where poverty seems to be the cause and effect of poverty. It means that if you are poor, you are bound to remain poor. വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി അല്ലെങ്കിൽ വീഷ്യസ് അല്ലെങ്കിൽ വെർച്വസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് റഗ്നർ നക്സ് എന്ന് പറയുന്ന ഒരു ഫേമസ് എക്കണോമിസ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇവിടെ വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് പോവർട്ടി സീംസ് ടു ബി ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ കോസും പോവർട്ടി തന്നെയാണ്, അതിൻ്റെ എഫക്റ്റും പോവർട്ടിയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് യു ആർ പുവർ യു ആർ ബൗണ്ട് ടു റിമെയിൻ പുവർ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിൽ തന്നെ റിമെയിൻ ചെയ്ത് അതിൽ ബൗണ്ടറിയുടെ ഉള്ളിൽ റിമെയിൻ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി അക്കോർഡിംഗ് ടു നെൽസൺ, ഫേമസ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള നെൽസന്റെ അഭിപ്രായത്തിൽ വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ഈസ് എ സർക്കുലർ കൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സസ് ടെൻഡിങ് ടു ആക്ട് ആൻഡ് റിയാക്ട് അപ്പോൺ വൺ അനദർ ഇൻ സച്ച് എ വേ ആസ് ടു കീപ് എ കൺട്രി ഇൻ എ സ്റ്റേറ്റ് ഓഫ് പോവർട്ടി. ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള കൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സസ്, പലതരത്തിലുള്ള ഫോഴ്സസിൻ്റെ ഒരു ആക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ഷനും ഒക്കെ കൂടി ഉള്ള ഒരു അവസ്ഥയാണ് പോവർട്ടി എന്ന് പറയുന്നത്. ആ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു ആക്റ്റിന് അത് തന്നെയാണ് റിയാക്ഷനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു കൺട്രിയെ ഒരു സർക്കുലർ കൺസ്റ്റലേഷനിൽ കൊണ്ടുപോകുമ്പോൾ ആ ഒരു അവസ്ഥ വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ആയിട്ട് മാറുന്നു. It implies that in the presence of such forces, achieving higher levels of economic growth becomes no longer automatic or spontaneous. അത് പറയുന്നത് ഇങ്ങനെ ഒരു വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു കൺട്രിക്കും എക്കണോമിക് ഗ്രോത്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ടു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അതിനൊക്കെ ഒരു തടസ്സമായിട്ടാണ് ഇത് വരുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ സ്മോൾ മാർക്കറ്റൊക്കെ ആവുന്നതിന് മീൻസ് മാർക്കറ്റുകളൊക്കെ സ്മോൾ സൈസ് ആകുന്നതിനുള്ള കാരണമൊക്കെ മെയിനായിട്ട് ഈ വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി തന്നെയാണ്. വേറൊരു ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്. ക്യാപിറ്റൽ അക്യുമുലേഷനിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് ഈ ഒരു വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയുടെ പ്രസൻസ് പ്രകാരം ലാക്ക് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് സെൻട്രൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് നേരിടേണ്ടി വരുന്ന ഒരു സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ലാക്ക് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷനാണ്. അവരുടെ ഡെവലപ്മെൻറ്റ് പാതയിൽ മെയിനായിട്ടും വേണ്ട ഒരു സാധനമാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡിലുണ്ടാകുന്ന ഇൻഇലാസ്റ്റിസിറ്റിയും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. Working of the theory. Next, look at the problem of vicious circle of poverty from both sides, the supply sides and the demand side, wherein he gave more emphasis to the supply side problem. ഒരു വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ നെക്സ്റ്റ് രണ്ട് സൈഡിലൂടെയാണ് നോക്കിക്കണ്ടത്. ഒന്ന് സപ്ലൈ സൈഡും പിന്നെ ഡിമാൻഡ് സൈഡും. അതിൽ സപ്ലൈ സൈഡിനാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത്. The supply side argument explains the capacity to save of underdeveloped countries is severely limited by their low level of income. അത് പറയുന്നത് സപ്ലൈ സൈഡിൻ്റെ ആർഗ്യുമെൻറ്റ് പറയുകയാണെങ്കിൽ അതിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ സേവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് അവരുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സേവിങ്സും അത്രത്തോളം കുറഞ്ഞിരിക്കും. ഹെൻസ് ദ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ്സ് ലോ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ആൻ എക്കോണമി. ഈ ഒരു സേവിങ്സിൽ നിന്നാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സേവിങ്സ് ഇല്ലാതെ വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല. അത് എക്കോണമിയിലെ ലോ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. Due to shortage of investment in the economy, productivity levels are also adversely affected, which in turn results in an overall low level of income. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് എന്ന് പറയുന്നത് എക്കോണമിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കുന്നു. അതെന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് വീണ്ടും നയിക്കുന്നു. ആ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഈ ഒരു പ്രോബ്ലത്തെയാണ് വീഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ സൈഡിൽ പറയുകയാണെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് ലോ ലെവൽ ഓഫ് ഇൻകം ആയതുകൊണ്ട് തന്നെ അവരുടെ സേവിങ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ആ ഒരു സേവിങ്ങിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലാക്ക് കാരണം തന്നെ അവിടെ പ്രൊഡക്ടിവിറ്റിയിൽ നല്ലതായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ലോ ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് വീണ്ടും അത് നയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സർക്കുലർ ഫ്ലോ നടക്കുന്നു.
ലോ ഇൻകം ലോ സേവിങ്ങിലേക്ക് നയിക്കുന്നു, ലോ സേവിങ് എന്ന് പറയുന്നത് ലോ പ്രൊഡക്റ്റീവിലേക്ക് നയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ലോ ഇൻകം എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോ പ്രൊഡക്റ്റീവിലേക്ക് നയിക്കുന്നു. അടുത്തതായിട്ട് ഡിമാൻഡ് സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡിമാൻഡ് സൈഡിൽ ദ ഡിമാൻഡ് സൈഡ് ആർഗ്യുമെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് എക്സ്പ്ലെയിൻസ് ദ ലോ ലെവൽ ഓഫ് ഇൻകം റിസൾട്ടിംഗ് ഇൻ എ ലാക്ക് ഓഫ് ഡിമാൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് leading to a limited size of the market. The small size of the market works restrains the incentive to invest in that market. Hence the lack of effective investment in results in low levels of income. ഡിമാൻഡ് സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ പറയുന്നത് ലോ ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡിമാൻഡിലേക്ക് നയിക്കുന്നു. ആളുകളുടെ കയ്യിൽ ഇൻകം ഇല്ലാത്ത അവസ്ഥയിൽ അവർ സാധനങ്ങൾ മേടിക്കില്ല, അപ്പോൾ ഡിമാൻഡ് വളരെ കുറയുന്നു. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ലീഡിങ് ടു എ ലിമിറ്റഡ് സൈസ് ഓഫ് ദ മാർക്കറ്റിൻ്റെ സൈസ് വളരെ ലിമിറ്റഡ് ആയി പോകുന്നു. ദ സ്മോൾ സൈസ് ഓഫ് ദ മാർക്കറ്റ് വർക്ക് റിസ്ട്രെയിൻസ് ദ ഇൻസെൻറ്റീവ് ടു ഇൻവെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെ ഒരു സ്മോൾ സൈസ് ഓഫ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കില്ല. അങ്ങനെ ഒരു റിസ്ട്രെയിൻറ്റ് അവിടെ വരുന്നുണ്ട്. ഹെൻസ് ദ ലാക്ക് ഓഫ് എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ലോ ലെവൽസ് ഓഫ് ഇൻകം. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ അവിടെ ഇൻകത്തിൽ വീണ്ടും കുറയുന്നു. അപ്പോൾ ലോ ഇൻകം എന്ന് പറയുന്നത് ലോ ഡിമാൻഡിലേക്ക് നയിക്കുന്നു. ആ ലോ ഡിമാൻഡ് എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. ലോ ഇൻകം എന്ന് പറയുന്നത് ലോ പ്രൊഡക്റ്റിവിറ്റിയിലേക്ക് നയിക്കുന്നു. ഈ ലോ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. അക്കോർഡിംഗ് ടു നക്സ്, ഇൻ അഡീഷൻ ടു ദീസ് two vicious circle of poverty, the underdeveloped countries also face one other circle of poverty that operates in terms of market imperfections. These economies work in a manner that resources are not optimally utilized. There are no economies of scale. The scale of production is low and cost of production is high. There is lack of competitiveness and thus the underdeveloped countries are losers in the international market. നക്സിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു സപ്ലൈ സൈഡ് ഡിമാൻഡ് സൈഡ് കൂടാതെ തന്നെ വേറൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആണ്. ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള എക്കണോമീസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിമലി യൂട്ടിലൈസ്ഡ് അല്ല. അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമലി യൂട്ടിലൈസ്ഡ് അല്ല. ദർ ആർ നോ എക്കോണമീസ് ഓഫ് സ്കെയിൽ, അതായത് ലാർജ് ഫെയിംസിന് കിട്ടുന്ന അഡ്വാൻറ്റേജസോ അങ്ങനത്തെയുള്ള അഡ്വാൻറ്റേജസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ നോ എക്കണോമീസ് ഓഫ് സ്കെയിലാണ് അവിടെ ഉള്ളത്. ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. അവിടുത്തെ പ്രൊഡക്ഷൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. വളരെ കുറച്ച് പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ഈ കുറച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് വളരെ കോസ്റ്റ്ലിയാണ്. ദർ ഈസ് ലാക്ക് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് ദസ് ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ ലോസേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഈ ഒരു ലോ പ്രൊഡക്ടിവിറ്റി, ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ മാർക്കറ്റൊക്കെ കാരണം അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവരൊരു വളരെ ലോസേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു. So in such a scenario, the question is how the underdeveloped countries will break the vicious circle of poverty and move to higher path of growth. Next provides a solution for the same with an example of a shoe factory, which highlights that if a firm is only producing one product, that is shoes, then it is bound to fail. ഈ ഒരു സെനാരിയോയിൽ ഉയർന്നു വന്നേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാകുന്ന ഈ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടീനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, എങ്ങനെ ഈ ഒരു എക്കോണമീനെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന പാത്തിലേക്ക് കൊണ്ടുവരാം. നക്സ് തന്നെ അതിനൊരു സൊല്യൂഷനും പറയുന്നുണ്ട്. അത് ഷൂ ഫാക്ടറി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നക്സ് അതിനെ പറയുന്നത്. That if a firm is only producing one product, that is shoes, then it is bound to fail. അതായത് ഒരു ഫേം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഷൂ ഫാക്ടറിയിലാണെങ്കിൽ ഷൂ ആണ്. അപ്പോൾ ഷൂ ദെൻ ഇറ്റ് ഈസ് ബൗണ്ട് ടു ഫെയിൽ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫെയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഫെയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. This is because the workers, then consumers, engaged in the factory will not spend their income entirely on the purchase of shoes. This is so because human wants are diverse. So the demand for shoes will be less than the supply of shoes and hence a glut of shoes will created which will result in the price to fall. അങ്ങനെ ഷൂ ഫാക്ടറിയിൽ ഷൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഫെയിൽ വരാൻ കാരണമുണ്ടാകും എന്ന് പറയുന്നത്, ഇപ്പോൾ ഷൂ ഫാക്ടറിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന വർക്കേഴ്സ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിരിക്കട്ടെ, അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവർ സ്പെൻഡ് ചെയ്യുന്ന മൊത്തത്തിൽ അവർ ഈ ഒരു ഷൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. സോ ദ ഡിമാൻഡ് ഫോർ ഷൂസ് വിൽ ബി ലെസ് ദാൻ ദ സപ്ലൈ ഓഫ് ഷൂസ് and hence a glut of shoes will be created which will result in the price to fall. അതായത് അവിടെ സപ്ലൈ ഓഫ് ഷൂസിനേക്കാൾ കുറവായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡിമാൻഡ്. അപ്പോൾ ഒത്തിരി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓവർ പ്രൊഡക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സോ ദ ഡിമാൻഡ് ഫോർ ഷൂസ് വിൽ ബി ലെസ് ദാൻ ദ സപ്ലൈ ഓഫ് ഷൂസ്. സപ്ലൈ ഓഫ് ഷൂസിനേക്കാൾ വളരെ കുറവാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു ഗ്ലട്ട് ഓഫ് ഷൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു ഓവർ പ്രൊഡക്ഷൻ വന്ന സ്ഥിതിക്ക് അവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ താഴ്ന്നു, ഫോൾ ഇൻ പ്രൈസ് വരുന്നു.
Thus, the firm will suffer losses. He said it might be acceptable in the short run, but not in the long run. So, the way out is to set up a number of factories producing different goods that are market-wise and technologically interdependent, so that workers working in one firm are the buyers of another firm and vice versa. അപ്പം ഇങ്ങനെ എന്താണ് ഷൂ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഷൂ ഫാക്ടറിയിൽ. അപ്പം അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നതും കൺസ്യൂമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഈ ഒരു ഷൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാനല്ല അവരുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്, പല കാര്യങ്ങൾക്കും ഇൻകം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ സപ്ലൈ ഓഫ് ഷൂസിനേക്കാൾ കുറവായിരിക്കും ഡിമാൻഡ് ഫോർ ഷൂസ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഗ്ലട്ട് ഓഫ് ഷൂസ് ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. അപ്പം ഫേമാണ് ഇതിന് സഫർ ചെയ്യുന്നത്. ഫേമിന് വളരെ വലിയധികം നഷ്ടം ഉണ്ടാകുന്നു. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ വളരെ അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ ലോങ് റണ്ണിലേക്ക് അത് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഫാക്ടറീസ് അവരുടെ ഡിഫറെൻറ്റ് ഗുഡ്സ് ഓരോ മാർക്കറ്റ് വൈസിലും ഡിഫറെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറീസ് തുടങ്ങണം. അതായത് ഇപ്പം വർക്കേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഫേമിൻ്റെ സാധനങ്ങൾ മറ്റേ ഫേമിലെ വർക്കേഴ്സ് മേടിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് വരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേംസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരണം. ദ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ വൺ ഫാം ആർ ദ ബയേഴ്സ് ഓഫ് അനദർ ഫേം ആൻഡ് വൈസ് വേഴ്സ. That is, there should be a synchronized application of capital in a number of factories simultaneously. അതായത് ഇങ്ങനെയൊരു സിങ്ക്രണൈസ്ഡ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരു കേന്ദ്രീകരിച്ച ഒരു ആപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് നമ്പർ ഓഫ് കമ്പനീസ് സൈമൾട്ടേനിയസ്ലി വരണം ഡിമാൻഡിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഒരു ഫേമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റേ ഫേമിലെ വർക്കേഴ്സ് മേടിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്ട്സിന് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് പലതരത്തിലുള്ള ഫേംസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാർക്കറ്റ് ബേസിൽ. If such kind of investment is made, then the size of market will expand. There will be no deficiency of demand and all benefits will be realized in terms of cheap goods both domestically and internationally. ഇങ്ങനെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിൽ ഡിഫറെൻറ്റ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യിക്കും. അവിടെ ഒരു ഡിമാൻഡിൻ്റെ ഒരു ഡിഫിഷ്യൻസി അല്ലെങ്കിൽ ഡിമാൻഡിനൊരു കുറവുണ്ടാകില്ല. ഈ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലിയും ഇൻ്റർനാഷണലിയും കിട്ടുന്നതാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു പോവർട്ടിക്കെതിരെയുള്ള ഒരു ഫ്രണ്ടൽ അറ്റാക്കായിട്ട് വേണമെങ്കിൽ പറയാം. According to him, a single factory fails and many factories succeed to come out of the vicious circle of poverty through their forward and backward linkages. ഇങ്ങനെ ഒരു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ഉപയോഗിച്ചിട്ട് പല ഫാക്ടറിയും ഈ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ബാക്ക്വേർഡ് ലിങ്കേജസ് എന്ന് പറയുന്നത് ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡസ്ട്രി ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് സപ്ലൈ ഇൻപുട്സ് ടു ഇറ്റ്. ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയിലേക്ക് ഇൻപുട്സ് സപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ കൂടെ ഗ്രോത്ത് ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ബാക്ക്വേർഡ് ലിങ്കേജസ്. ഫോർവേഡ് ലിങ്കേജസ് എക്സിസ്റ്റ് വെൻ ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡസ്ട്രി ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് അതർ ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ആസ് ഇൻപുട്ട്. മറ്റൊരു തരത്തിൽ ഫോർവേഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അവയുടെ ഔട്ട്പുട്ട് മറ്റൊരു ഇൻഡസ്ട്രി ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നു. ആ ഒരു ഇൻഡസ്ട്രിക്കും കൂടെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ആ ഒരു ഗ്രോത്തിനെയാണ് ഫോർവേഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ അപ്രൈസൽ. The approach suggests that UDCs can move on the path of economic progress by massive investment simultaneously in all sectors appears totally impractical because the central problem faced by the underdeveloped countries is the dearth of capital and other resources. ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിട്ട് വരുന്നത് വിമർശനമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സൈമൾട്ടേനിയസ്ലി നടത്തുന്നത് കൊണ്ട് എക്കണോമിക് പ്രോഗ്രസ് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം എല്ലാ സെക്ടേഴ്സിലും ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ട് അവിടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ബിക്കോസ് ദ സെൻട്രൽ പ്രോബ്ലം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഡെർത്ത് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അതർ റിസോഴ്സാണ്. ക്യാപിറ്റലിൻ്റെയും റിസോഴ്സസിൻ്റെയും ക്ഷാമമാണ് അവിടെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. There could be problems of coordination. If large number of interdependent industries will be established, then underperformance of few might disrupt the whole chain. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർഡിനേഷനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരികയാണ്. ആ ഒരു സെറ്റപ്പ് ആ ഒരു വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഫേമിൻ്റെ അണ്ടർ പെർഫോമൻസ് എന്ന് പറയുന്നത് മറ്റൊരു ഈ ഒരു ഹോൾ ചെയിനിനെ തകർക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്.
ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ആണ്. ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. ടോപ്പിക്കിന്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.